ശബരിമല മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. തങ്കഅങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്തെത്തുന്ന ഡിസംബർ 25-ന് 50,000 തീർത്ഥാടകരെയും മണ്ഡലപൂജ ദിവസമായ ഡിസംബർ 26-ന് 60,000 തീർത്ഥാടകരെയുമാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അനുവദിക്കുക. സ്പോട്ട് ബുക്കിംഗ് വഴി 5,000-ആയി നിജപ്പെടുത്തും. മകരവിളക്ക് ദിവസമായ ജനുവരി 14-ന് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കുമെന്നും തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേർന്നുണ്ട്. അഖിൽ, എന്തുതന്നെയായാലും വളരെ ശക്തമായ തിരക്ക് ദിവസം തോറും ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ഈ ഒരു തിരക്ക് നാൾക്ക് നാൾ കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ ഈ ഒരു തീരുമാനം അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം അതൊരു ആശ്വാസകരമാകും, അല്ലെങ്കിൽ ഭക്തരെ അത് എങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു ആശയക്കുഴപ്പം ഇവിടെ നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ നമുക്കറിയാം, നേരത്തെയും ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു, നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു. എന്നാൽ അത് ഒക്കെ തന്നെയും പല വിധമായിട്ടുള്ള ആശങ്കകളാണ് ഭക്തരിൽ ഉളവാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈയൊരു തീരുമാനം കൂടി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഡിസംബർ 25-ന് 50,000 തീർത്ഥാടകരെയും പിന്നീട് 60,000 തീർത്ഥാടകരെയും മാത്രമായിരിക്കും ദർശനത്തിന് അനുവദിക്കുക എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. എന്നിരുന്നാൽ കൂടിയും ജനുവരി 14-ന് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കുമെന്നറിയാൻ സാധിക്കുന്നു. അഖിൽ പാലോട്ടുമടം ചേർന്നുണ്ട്. അഖിൽ, ഒരുപക്ഷെ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളമാകും ഗുണകരമാവുക? വിഷ്ണു, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും തിരക്ക് അതീതമായി വർദ്ധിച്ചു വരുന്ന കാലഘട്ടം തന്നെയാണ്. ഇത്തവണ മണ്ഡലപൂജയുടെ പര്യവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ടാണ് ലക്ഷത്തോടടുത്തുള്ള, അതായത് 95,000-ന് മുകളിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. വെർച്വൽ ക്യൂ ആയാലും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് ആയാലും ക്രമത്തിനും അധികമായിട്ടുള്ള ഒരു അയ്യപ്പ ഭക്തരുടെ തിരക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മണ്ഡലപൂജയുടെ 26-ാം തീയതിയും തലേ ദിവസം 25-ാം തീയതിയുമാണ് ഒരു ക്രമീകരണം നടത്തുന്നത്. പ്രധാനമായും അങ്ങനെ ഒരു ക്രമീകരണം നടത്താനുള്ള കാരണം, നാളെ തിരുവാറന്മുള അപ്പന്റെ മുമ്പിൽ നിന്നും ആരംഭിക്കുന്ന തങ്കഅങ്കി ഘോഷയാത്ര 25-നാണ് പമ്പയിലെത്തുന്നത്. അപ്പോൾ തങ്കഅങ്കി ഘോഷയാത്ര മുകളിലേക്ക് എത്തുമ്പോൾ ആ സമയത്തേക്കുള്ള ആൾക്കാർ, അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നതിലേക്കുള്ള ഒരു നിയന്ത്രണമാണ് ഏർപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് 25-ന് 50,000 എന്ന നിലയ്ക്ക് അയ്യപ്പന്മാരുടെ എണ്ണത്തെ ഒന്ന് നിജപ്പെടുത്താൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് ഹൈക്കോടതിയുടെ അനുമതിയും ഉണ്ട്. തങ്കഅങ്കി ഘോഷയാത്ര എത്തിയതിനു ശേഷം 25-ന് വൈകുന്നേരത്തെ സന്ധ്യാദീപാരാധന തങ്കഅങ്കി ചാർത്തിയാണ് ദീപാരാധന നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം 26-ാം തീയതി മണ്ഡലപൂജ ഉച്ചയ്ക്ക് നടക്കുമ്പോഴും ഈ തങ്കഅങ്കി ചാർത്തിയാണ് മണ്ഡലപൂജയും നടക്കുന്നത്. അതുകൊണ്ട് മണ്ഡലപൂജയ്ക്ക് ശേഷം വൈകുന്നേരം നടയടച്ചാൽ പിന്നെ അയ്യപ്പ സന്നിധിയിൽ ആരെയും അങ്ങനെ നിർത്താറില്ല. അപ്പോൾ ഏതെങ്കിലും അധികമായി അയ്യപ്പ ഭക്തർ എത്തിയാൽ, ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ്, ഈ 11 മണിക്ക് ഹരിവരാസനം പാടി നടയടച്ചാൽ പോലും അയ്യപ്പ ഭക്തർ പടിയടിച്ച് മുകളിൽ കയറി ഈ ഫ്ലൈ ഓവറിലൊക്കെ വിരിവെച്ച് ഇരിക്കുകയാണ്. പിന്നെ 3 മണിക്ക് നട തുറക്കുമ്പോഴാണ് അയ്യപ്പ ദർശനം നടത്തുന്നത്. അപ്പോൾ പക്ഷേ 26-ന് മണ്ഡലപൂജ കഴിഞ്ഞ് നടയടച്ചാൽ 3 ദിവസത്തേക്ക് നടയടച്ചാണ് ഇരിക്കുക. പക്ഷേ ആ സമയത്തൊന്നും അയ്യപ്പ ഭക്തരെ അങ്ങനെ ഇവിടെ ഇരുത്താൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് 26-ാം തീയതിയും 60,000-ആയി അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ ഒരു ക്രമം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ സാഹചര്യം തന്നെയാണ് മകരവിളക്കിനുമുള്ളത്. അത് ജനുവരി 13-ഉം 14-ഉം ആണ് അത്തരത്തിലൊരു ക്രമീകരണം. 12, 13, 14 ദിവസങ്ങളിലാണ് അത്തരത്തിലൊരു ക്രമീകരണം നടത്താൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. 12-ാം തീയതി 40,000-ആയും 13-ാം തീയതി 50,000-ആയും 16-ാം തീയതി 60,000-ആയും ആയിരിക്കും അയ്യപ്പ ഭക്തരുടെ കാര്യത്തിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴിയുള്ള അയ്യപ്പ ഭക്തരെ ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിടാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം സ്പോട്ട് ബുക്കിംഗ് വലിയ രീതിയിലാണ് വർധനയുണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ 10,000 എന്ന നിലയ്ക്ക് ഒരു സംഖ്യ പറഞ്ഞിരുന്നു എങ്കിൽ പോലും കഴിഞ്ഞ 2 ദിവസമായി 22,000-ന് മുകളിലാണ്, 25,000-ഓളം അടുപ്പിച്ച് അയ്യപ്പ ഭക്തർ സ്പോട്ട് ബുക്കിങ്ങിലൂടെ മാത്രം സന്നിധാനത്തേക്ക് ദർശനത്തിലേക്ക് എത്തുന്നു എന്ന കണക്കുകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിങ്ങും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് മണ്ഡല മകരവിളക്ക് ദിവസങ്ങളിലെ ഭക്തജനങ്ങളുടെ ഒരു നിയന്ത്രണം, അതുപോലെ തന്നെ അവർക്ക് അയ്യപ്പ ഭക്തർക്ക് അയ്യപ്പസ്വാമിയെ ദർശനം നടത്തി മടങ്ങുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമായിട്ടാണ് ഇതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിഷ്ണു, ശരി. അഖിൽ പാലോട്ടുമടമാണ് വിവരങ്ങൾ നൽകിയത്.